സുഹൃത്തുക്കളെ, നമ്മൾ ഈ പെയിൻറ്റിൻ്റെ ഈ പണി എൻ്റെ ഈ വീട്ടിൽ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തുമാത്രം ഓർമ്മകളാണ് ഈ പെയിൻറ്റിൻ്റെ പണിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തുമാത്രം ഓർമ്മകളാണെന്ന് അറിയാമോ മനസ്സിലേക്ക് കയറി വരുന്നത്. എൻ്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു, ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ്. അന്നും എന്നും എന്നും വളരെ സൗഹൃദമായിരുന്നു. അപ്പോൾ എനിക്ക് പണ്ട് ഈ പെയിൻറ്റിൻ്റെ പണിക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് ഈ പലിശയ്ക്ക് പൈസ കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പലിശയ്ക്ക് പൈസ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരുപാട് കാശുണ്ടായിട്ടല്ല. ഞാൻ അന്ന് വേറെ ചിലവൊന്നുമില്ല, വീട്ടു ചിലവൊന്നും നോക്കണ്ടല്ലോ. വീട്ടു ചിലവൊക്കെ അച്ഛനും അമ്മയൊക്കെ കൂടിയാണ് നോക്കുന്നത്, പണ്ട് ആ ഒരു 21-22 വയസ്സ് പ്രായത്തിലൊക്കെ. അപ്പോൾ നമുക്ക് ഒരുപാട് കാശ്, ഈ പണി ചെയ്ത് കിട്ടുന്ന കാശൊക്കെ നമ്മുടെ കയ്യിലിരിക്കും. എനിക്ക് അങ്ങനെ വലിയ ദൂർത്തടി അങ്ങനെ ഒന്നുമില്ലായിരുന്നു ആ സമയത്ത്. ഏറ്റവും വലിയ ദൂർത്തടി എന്ന് പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസം ചിലപ്പോൾ ഒരു ക്വാർട്ടർ വാങ്ങും, ഒരു ഓവർ മിച്ചർ വാങ്ങി, തീർന്നു, അത്ര തന്നെ. ചിലപ്പോൾ ഒരു സിനിമ പോയി കാണും, അത് ചിലപ്പം 2 ആഴ്ചയോ 1 മാസത്തിലൊക്കെ ഒരിക്കലായിരിക്കും. അപ്പം അങ്ങനെയുള്ള വളരെ തുച്ഛമായിട്ടുള്ള ചിലവുകളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഈ കാശൊക്കെ കൂട്ടി വയ്ക്കും. കൂട്ടി വച്ചിട്ട് ഒരു മാസം പണി ചെയ്യുന്ന പൈസ എല്ലാം കൂടെ കൂട്ടി വയ്ക്കുമ്പോൾ ഒരു 1000-2000 രൂപയൊക്കെ ആവുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, 2000-3000 രൂപയൊക്കെ ഷെയർ ചെയ്തിട്ട് ഈ പൈസ ഞാൻ കൂട്ടി വെച്ചിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് തന്നെ പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു ആ സമയത്ത്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ എല്ലാം വളരെ ധാരാളികളായിരുന്നു. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ പലിശയ്ക്ക് കൊടുക്കുന്നവന്മാർ വാങ്ങുന്ന ഒരു ഷർട്ടിന് ചിലപ്പോൾ 300-400 രൂപ അന്തക്കാലത്ത്, പഴയ കാലത്ത് വിലയുണ്ടെങ്കിൽ ഞാൻ ഡ്രസ്സ് എടുക്കുന്നത് ഈ ഓണത്തിന് നമ്മുടെ ഈ ഹിന്ദിക്കാരന്മാർ ഫുട്പാത്തിൽ കൊണ്ടിട്ട് 25 രൂപയ്ക്ക് 30 രൂപയ്ക്കൊക്കെ ഷർട്ടുകൾ കൊടുക്കും. അപ്പോൾ ആ ഷർട്ടുകളൊക്കെയാണ് ഞാൻ വാങ്ങിച്ചിടുന്നത്. എന്നിട്ട് ഇങ്ങനെയൊക്കെ കാശ് ലുബ്ധിച്ചാണ് ഞാൻ ഈ പലിശയ്ക്ക് കൊടുക്കുന്നത്, ഞാൻ ഈ ജോലി ചെയ്യുന്ന കാശ്. അങ്ങനെ ഈ പലിശയ്ക്ക് കൊടുക്കുന്ന കൂട്ടത്തിൽ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന്, ഈ പറഞ്ഞ ഏറ്റവും അടുത്ത ആ സുഹൃത്തിന് ഞാനൊരു 10,000 രൂപ പലിശയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നാളുകൾ ഇങ്ങനെ അവൻ പലിശയൊക്കെ തന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇടയ്ക്ക് എവിടെ നിന്നും അവന് കാശ് കിട്ടിയപ്പോൾ അവൻ മൊത്തം കാശ് എനിക്ക് കൊണ്ടുവന്നു 10,000 രൂപ തന്നു. അപ്പോൾ ഒരു ഭയങ്കര വിശ്വാസമായി, ഒരു ട്രസ്റ്റായി. അങ്ങനെ പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഈ പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ നിർത്തിയതിന് ശേഷം ഞാൻ ഈ ഫോട്ടോഗ്രാഫറായ സമയത്തും ഞാൻ ഈ പലിശയ്ക്ക് കൊടുക്കുന്ന പരിപാടി നിർത്തിയിട്ടില്ലായിരുന്നു. സ്റ്റുഡിയോ ഉണ്ട്, കിട്ടുന്ന കാശിൽ ഈ പറഞ്ഞ കണക്ക് കുറേ പൈസ പലിശയ്ക്ക് കൊടുക്കുക. ഏകദേശം എനിക്ക് തോന്നുന്നു 2-3 ലക്ഷം രൂപയോളം അന്ന് ഞാൻ പലിശയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നു ആ സമയത്ത്. അങ്ങനെ എൻ്റെ സുഹൃത്ത്, ഈ പറഞ്ഞ സുഹൃത്ത് ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു അവൻ അത്യാവശ്യമായിട്ട് ഒരു 20,000 രൂപ വേണമെന്ന് പറഞ്ഞു. ഞാനങ്ങ് കൊടുത്തു. അപ്പം കൊടുത്ത് ആദ്യമൊക്കെ കുറേ നാളാവും പലിശയൊക്കെ ക്ലിയറായിട്ട് തരുമായിരുന്നു. പിന്നെ ഉഴപ്പി. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഈ പലിശയ്ക്ക് കൊടുത്തിരുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്നൊക്കെ മുഴുവനായിട്ട് ഈ പൈസ തിരിച്ചു വാങ്ങിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഈ പലിശയ്ക്ക് കൊടുപ്പ് പൂർണ്ണമായിട്ട് നിർത്തി. ഏകദേശം എല്ലാം വാങ്ങിച്ചു. പക്ഷേ എല്ലാവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ട് ഇവൻ്റെ കയ്യിൽ നിന്ന് മാത്രം കാശ് കിട്ടുന്നില്ല. ഇവൻ പറഞ്ഞാലേ എൻ്റെ ഇപ്പം ഇല്ല, നാളെ തരാം, മറ്റന്നാൾ തരാം എന്നൊക്കെ പറഞ്ഞ് കുറേ ഉഴപ്പി. അവിടെ ചിലവാണ്, ഇവിടെ ചിലവാണ്. അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് ഞാൻ അവനോട് പറഞ്ഞു, ഞാൻ പറഞ്ഞടാ നീ ഇനി ഘട്ടം ആയിട്ട് തന്നാൽ മതി, ഒത്തു തരാമെന്ന് വെച്ചാൽ നടക്കൂല. അങ്ങനെ അവൻ കിട്ടുന്നത് പോലെ 500, 1000, 2000 ഇങ്ങനെയൊക്കെ വെച്ചിട്ട് അവസാനം ഒരു 10,000 രൂപ മിച്ചം വെച്ചിട്ട് 10,000 രൂപ തന്നു. അങ്ങനെ ഈ 10,000 രൂപ അവൻ്റെ കയ്യിലിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാൻ ആ സമയമായപ്പോഴത്തേക്കും പലിശയ്ക്ക് കൊടുത്തിരുന്ന ഈ പറഞ്ഞ 3-4 ലക്ഷം രൂപയോളം കാശ് എല്ലാവരിൽ നിന്നും തിരിച്ചു വാങ്ങിയായിരുന്നു. പിന്നെ ആകെ കിട്ടാനുള്ളത് ഇവൻ്റെ കയ്യിൽ നിന്ന് മാത്രമാണ് എനിക്ക് പൈസ തിരിച്ചു കിട്ടാനുള്ളത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ശരി കുഴപ്പമില്ല, ഇവൻ എൻ്റെ സുഹൃത്തല്ലേ, ഇവന് ഞാൻ ഇനി പലിശ ഇവൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചു പലിശ ഞാൻ ഇനി വാങ്ങണ്ട, കാരണം ഇത്രയും നാൾ പലിശയൊക്കെ തന്നതല്ലേ. അങ്ങനെ ഒരു ദിവസം ഇവ എൻ്റെ സ്റ്റുഡിയോ വന്ന സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞാലേ എനിക്കിനി പലിശ വേണ്ട, നീ എനിക്ക് കിട്ടുന്നതനുസരിച്ച് കുറച്ച് 1000-2000 ഒക്കെ വെച്ച് മുതൽ മാത്രം തന്ന് ഈ തരാനുള്ള 10,000 അങ്ങ് തന്ന് തീർത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവന് വളരെ സന്തോഷമായി. അങ്ങനെ നമ്മൾ അങ്ങനെ കുറേ നാളുകൾ കഴിഞ്ഞു പോയി. പക്ഷെ ഇങ്ങനെ ഈ പറഞ്ഞതല്ലാതെ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇവൻ ഒരു രൂപ പോലും എനിക്ക് മുതൽ ഇനത്തിൽ അടച്ചില്ല. ഈ തരാനുള്ള ഈ 20,000 രൂപയിൽ തരാനുള്ള ഈ 10,000 രൂപ അങ്ങനെ തന്നെ ബാക്കി കിടന്നു. പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അവൻ കുട്ടിയും കുടുംബവും ബുദ്ധിമുട്ടൊക്കെ ഉള്ളതല്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് ഈ പൈസ ഇനി വാങ്ങണ്ടെന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ മനസ്സുകൊണ്ട് ഞാനത് തീർച്ചപ്പെടുത്തി, എന്നെങ്കിലും അവൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് ഈ കാശ് കൊണ്ട് തന്നാൽ ഞാൻ വാങ്ങും, അല്ലാതെ ഞാൻ ഇനി അവനോട് ഈ കാശ് ചോദിക്കുന്നില്ല എന്ന് ഞാൻ അങ്ങ് തീർച്ചയായിട്ടും. അങ്ങനെ ഏകദേശം 1 വർഷത്തോളം കടന്നുപോയി. അപ്പോൾ 1 വർഷം കൂടി കഴിഞ്ഞു പോയി. ഞാൻ അവനോട് കാശൊന്നും ചോദിച്ചില്ല, അവൻ എനിക്ക് അറിഞ്ഞത് തന്നതുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ വീട് പണി തുടങ്ങുന്നതും ഈ വസ്തുവൊക്കെ വാങ്ങിച്ച് വീടൊക്കെ വെച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ വസ്തു വാങ്ങിച്ചതിന് സെൻറ്റിന് 7 ലക്ഷം രൂപ കൊടുത്തിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ആ വഴിക്ക് തന്നെ ഒരുപാട് കാശ് പോയി. പിന്നെ ഈ വീടൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ 5 പൈസയില്ല. പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ സമയമായി.
ഈ സമയമായപ്പോഴത്തേക്കും എനിക്ക് പെയിൻ്റ് ഒന്നും ചെയ്യാൻ വയ്യ. ഞാനിവിടെ ജോലിയൊക്കെ ചെയ്ത് മടുത്ത് എൻ്റെ ഊപ്പാടിളകിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 1,00,000 രൂപയിൽ കൂടുതൽ ജോലി ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ടാകും. അങ്ങനെ ആ ഒരു മടുപ്പിൻ്റെ ഇടയിൽ ഞാൻ വിചാരിച്ചു എനിക്ക് ഇച്ചിരിയെങ്കിലും ഒരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇച്ചിരി ഫേവറായിട്ടുള്ള ഒരു പെയിൻ്റർ ഉണ്ടല്ലോ. അപ്പോൾ അവൻ വന്ന് പണി ചെയ്യുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ, അവൻ ബാക്കി അങ്ങ് ചെയ്തോളൂല്ലെന്ന ധൈര്യത്തിൽ ഞാൻ ഇവനെ വിളിച്ചു. ശരിക്കും ഇവൻ്റെ കാശ് മുതലാക്കണമെന്നോ ഒരു ചിന്ത എനിക്കില്ലായിരുന്നു. ആദ്യത്തെ 1-2 ദിവസം പണിക്ക് വന്നു. പണി വെള്ളയൊക്കെ അവനാണ് അടിച്ചത്. ഇവിടെ വൈറ്റ് സിമെൻറ്റും ഒക്കെ അടിച്ചത് അവനാണ്. അങ്ങനെ ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ദിവസം, 3-ാമത്തെ ദിവസം ഇവൻ പണിക്ക് വന്ന സമയത്ത് ഈ തലേ ദിവസം മഴ പെയ്തത് കാരണം ഇവിടെ എല്ലാം ഫിഷറടിച്ച് നനഞ്ഞിങ്ങനെ ഒലിച്ചിരുന്നു. അന്ന് തട്ടായിരുന്നു അടിക്കാനുള്ളത്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പറഞ്ഞടാ ഇപ്പം അടിക്കണ്ട, ഇന്ന് നീ പണിക്ക് നിൽക്കണ്ട, കാരണം ഇന്ന് പണിക്ക് നിന്ന് കഴിഞ്ഞാൽ ഈ പെയിൻ്റ് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒലിച്ച് ഇളകി താഴോട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഇന്ന് നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞടാ ഇന്ന് ഞാൻ നിനക്ക് പണിക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഒരു ദിവസം നിന്നത്. അപ്പോൾ ഇനി എനിക്ക് വേറെ പണിക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യണം, നീ എനിക്കൊരു 100 രൂപ തന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 100 രൂപ എന്ന് പറയുന്ന സാധാരണ രീതിയിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ദിവസം പണി മെനക്കെട്ട് വന്നാൽ, എന്ന് വെച്ചാൽ നമ്മൾ വിളിച്ച് വരുത്തിയിട്ട് പണിക്കാർ മെനക്കെട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മെനക്കെട് കൂലി എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുക്കുന്ന ഇടപാട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. എല്ലാവരും കൊടുക്കില്ല, ചില സ്ഥലങ്ങളിലുണ്ട്. അങ്ങനെ അപ്പോൾ എൻ്റെ കയ്യിൽ അപ്പോൾ പൈസ ഇല്ലായിരുന്നു, ഗൂഗിൾ പേയിലായിരുന്നു പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ പൊക്കോ, ഞാൻ അയച്ചേക്കാന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലും എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഇവൻ 10,000 രൂപ തരാനുണ്ട്. അപ്പോൾ അത് പക്ഷേ അവൻ മറന്നതുപോലെ ജീവിക്കുകയാണ്. ഞാൻ അവനോട് പലിശ പോലും വേണ്ടെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇവനൊരു 100 രൂപ എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ എന്നൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. എന്നിട്ട് എന്തൊക്കെയോ തിരക്കുകളിൽ ഞാൻ അതങ്ങ് വിട്ടുപോയി അവനത് അയച്ചു കൊടുക്കാൻ. അവൻ തിരിച്ചു പോവുകയും ചെയ്തു. കുറേ സമയം കഴിഞ്ഞിട്ട് അവൻ്റെ ഒരു കോൾ എനിക്ക് വന്നു. കോൾ വന്നിട്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ എന്താടാ പൈസ അയക്കാത്തത്? പക്ഷേ ഞാൻ കുറേ നേരമായിട്ട് നിൻ്റെ ഈ പൈസ പ്രതീക്ഷിക്കുകയായിരുന്നു, നീ എന്തോന്നടാ അയക്കാത്തത് എന്ന് പറഞ്ഞ് ഇത്തിരി മുഷിഞ്ഞ പോലെ എന്നോട് സംസാരിച്ചു. അപ്പോഴത്തേക്ക് അത് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു ഇതായി. എനിക്ക് മനസ്സിനൊരു വിഷമം വന്നു. അങ്ങനെ ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, യവൻ ഇതങ്ങ് അയച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ആ കാശ് അവനങ്ങ് അയച്ചു കൊടുത്തു. ഈ കാശ് ഞാനങ്ങ് അവനെ അയച്ചു കൊടുത്തു. അവനോട് ഞാൻ പൈസ കിട്ടിയാടാന്ന് ചോദിച്ചോ, പൈസ വന്നെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് സഹിക്കണില്ല, എനിക്ക് വിഷമം എനിക്ക് സഹിക്കാൻ വയ്യ. എൻ്റെ 10,000 അവന് പ്രശ്നമില്ല, പക്ഷെ അവന് കിട്ടാനുള്ള 100 അവന് പ്രശ്നമുണ്ട്. അതും നോക്കുകൂലിയാണ്, പണി ചെയ്ത പൈസയല്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഒരു മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തു. ഞാനിങ്ങനെ ക്ഷമയോടെ ഇരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ അവനെ വിളിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചടാ, നീ എനിക്കൊരു 10,000 രൂപ തരാനുണ്ട്. ഞാൻ പലിശ മാത്രമേ വേണ്ടെന്ന് പറഞ്ഞുള്ളൂ, മുതൽ വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല, എനിക്ക് ആ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറയാം, എന്താടാ നീ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ പൈസ ഇങ്ങനെ പെട്ടെന്ന് ചോദിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പെട്ടെന്നല്ലല്ലോ, കുറേ വർഷമായില്ലേ. ഞാൻ പറഞ്ഞു, എനിക്ക് നാളെ ആ പൈസ വേണമെന്ന് പറഞ്ഞു. അവിടെ നാളെയൊന്നും പറ്റൂല, അതാണ് ഇങ്ങനെ. ഞാൻ പറഞ്ഞു, ശരി എങ്കിൽ എന്ന് നിനക്ക് തരാൻ പറ്റും. അപ്പോൾ പറഞ്ഞു, എനിക്ക് 1 മാസം കഴിഞ്ഞിട്ട്. ഞാൻ പറഞ്ഞു, 1 മാസമൊന്നും പറ്റില്ല, എനിക്കിവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് നീ ഒരാഴ്ചക്കകത്ത് പൈസ തരണം, ഇല്ലെങ്കിൽ ഞാൻ ഈ പൈസ ചോദിച്ച് നിൻ്റെ വീട്ടിൽ വരുമെന്ന് പറഞ്ഞു. അവിടെ വീട്ടിലൊന്നും വരരുത്, അതാണ് എൻ്റെ ഭാര്യയൊന്നും ഈ കാര്യം അറിഞ്ഞിട്ടില്ല, അങ്ങനെയാണ്. ഞാൻ പറഞ്ഞു, ആരറിഞ്ഞോ അറിഞ്ഞില്ല, അതെനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നീ എനിക്ക് ഒരാഴ്ചക്കകത്ത് നീ എനിക്ക് കാശ് കൊണ്ട് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് ഈ കാശ് വാങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ പിന്നെ ഞാൻ വിളിച്ചൊന്നുമില്ല അവന്. തലേ ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ച കഴിയാൻ 1 ദിവസം കൂടെ ഉള്ളൂ, ഒരു ഞായറാഴ്ചയും കൂടിയേ ഉള്ളൂ. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം അവൻ വിളിച്ചിട്ട് പറഞ്ഞടാ, എൻ്റെ കയ്യിൽ പൈസ സെറ്റായിട്ടില്ല, ഞാൻ നിനക്ക് 2-3 ദിവസത്തിനകത്ത് തരാം, നീ വീട്ടിലൊന്നും വരരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട, നാളെ ഞായറാഴ്ച വൈകുന്നേരം ഒരു 5 മണിക്കകത്ത് എനിക്ക് കാശ് കിട്ടിയില്ലെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ കയറി വരുമെന്ന് പറഞ്ഞു പൈസയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസം ഒരു 3 മണിയായപ്പോൾ ഇവൻ എന്നെ കാണാൻ ഇവിടെ എത്തി. ഞാൻ സത്യം പറഞ്ഞാൽ ആ കാര്യം ഞാൻ മറന്നു വരുന്നു. ഈ 3 മണി സമയത്തൊക്കെ ഞാനിത് ചിന്തിക്കുന്നേ ഉണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞടാ, എൻ്റെ കയ്യിൽ മൊത്തം പൈസ കിട്ടിയില്ല, അതാണ് ഞാൻ വീണ്ടും കുറച്ച് ദിവസം ഡിലേ ആവുമെന്ന് പറഞ്ഞത്. എൻ്റെ കയ്യിലൊരു 6,000 രൂപയുണ്ട്, അത് ഞാൻ ഇപ്പോൾ തരാം, ബാക്കി പിന്നെ തരാം. അപ്പം ഞാനത് വാങ്ങിച്ചിട്ട് ഞാൻ ചോദിച്ചു, ബാക്കി പൈസ നീ എപ്പോൾ തരും? അത് ഞാൻ ഒരു 2 ആഴ്ചക്കകത്ത് തരാം. ഞാൻ പറഞ്ഞു, അത് പറ്റില്ല, എനിക്ക് ഒരാഴ്ചക്കകത്ത് തന്നെ വേണം, എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പിന്നെ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ട് അവനെ ഞാൻ വിളിച്ചൊന്നുമില്ല. ഇവൻ്റെ കയ്യിൽ ചിലപ്പോൾ ഇല്ലെങ്കിലോ എന്നുള്ള ചിന്തയിലൊക്കെ ഞാൻ അങ്ങ് വിട്ടു. പക്ഷേ 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചിട്ട് പറയാം, എവിടെയാണ് എൻ്റെ ബാക്കി പൈസ? അങ്ങനെ നിർബന്ധം പിടിച്ചിട്ട് ഇവൻ അവസാനം എനിക്ക് ഒരു 3,000 രൂപയും കൂടി കൊണ്ടുതന്നു. 3,000 രൂപ തന്നപ്പോൾ ഏകദേശം 9,000 രൂപയായി. പിന്നെ 1,000 രൂപ മിച്ചമുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞടാ, ഈ 1,000 രൂപയ്ക്ക്
എനിക്ക് നീ പൈസയായിട്ട് തരണമെന്നില്ല, നീ ഇവിടെ ഒരു ദിവസം വന്ന് പണി ചെയ്ത് തീർത്താലും മതി എന്നത്. അങ്ങനെ അവൻ അത് ആദ്യമൊന്നും സമ്മതിച്ചില്ല. അവൻ പറഞ്ഞടാ പണി ചെയ്തിട്ട് കാശില്ലാതെ പോകുന്ന വലിയ വിഷമമാണ്. ഞാൻ പറഞ്ഞു അതൊന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, നീ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ എനിക്ക് 1000 രൂപ 2 ദിവസത്തിനകം തരണം, ഇല്ലെന്നുണ്ടെങ്കിൽ നീ പണി വന്ന് ചെയ്യും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇവന് വേറെ പണിയൊന്നും റെഡിയായിട്ടില്ലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ഇവൻ കഴിച്ചാണെങ്കിലും പിറ്റേന്ന് പണിക്ക് വന്നു കൂടെ. അന്ന് ഞാൻ 500 രൂപ കൊടുത്തോളൂ, 1000 രൂപയായിരുന്ന ശമ്പളം 500 രൂപ കൊടുത്തോളൂ. അതിൻ്റെ പിറ്റെന്നും വന്നു 500 രൂപ കൊടുത്തോളൂ. വെച്ചാൽ മൊത്തത്തിൽ 10000 രൂപയും പൈസ വിടാതെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പലിശ വാങ്ങിച്ചില്ല, അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ അത് വേണ്ടാന്ന് വെച്ചു, പകരം മുതൽ ഞാൻ വാങ്ങിച്ചു. എന്ന് വെച്ചാൽ ഞാൻ ഇന്നിങ്ങനെ ഈ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, നമ്മുടെ മനസ്സ് പോലിരിക്കും നമുക്ക് കിട്ടുന്ന ഫേവറുകൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഇവനാ 100 രൂപ അവന് കിട്ടാനുള്ള കാശ് 100 രൂപ നിർബന്ധിച്ച് അവൻ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കയ്യിലിരിക്കേണ്ട 10000 രൂപ എൻ്റെ കയ്യിലേക്ക് വന്നത്. എന്താ വെച്ചാൽ ഞാൻ വേണ്ടെന്ന് വെച്ച കാശാണ്. എന്നെങ്കിലും അവനായിട്ട് തരുന്നെങ്കിൽ വാങ്ങാം, ഇല്ലെങ്കിൽ വേണ്ടാന്ന് വെച്ചൊരു കാശാണ്. പക്ഷെ എപ്പോഴും മനസ്സിലാക്കുക, എത്ര വലിയ സൗഹൃദം എന്ന് പറഞ്ഞാലും നമ്മൾ അങ്ങോട്ട് കാണിക്കുന്ന ആ ഒരു ഇളവും കാര്യങ്ങളൊന്നും അവരിങ്ങോട്ട് ഒരിക്കലും കാണിക്കില്ല. കാരണം എൻ്റെ സുഹൃത്തിന് വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപ ശമ്പളം എന്നുള്ളത് ഒരു ദിവസം ഒരു 800 രൂപ വാങ്ങിച്ചാൽ മതിയായിരുന്നു, 200 രൂപ എനിക്ക് കുറച്ച് തരാമായിരുന്നു. അങ്ങനെ അവയോട് ഒരു 10 ദിവസം ജോലി ചെയ്യുമ്പോൾ 2000 രൂപ എൻ്റെ കടം വീട്ടാൻ പറ്റുമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മനസ്സ് എൻ്റെ സുഹൃത്തിനില്ലായിരുന്നു, അല്ലേ? അപ്പം അങ്ങനെ ഒരു മനസ്ഥിതി ഇല്ലാത്ത ആളുകളോട് നമ്മൾ കരുണ കാണിക്കേണ്ട ആവശ്യമില്ല, യാതൊരു ഇളവുകളും കൊടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അവന് ഞാൻ പലിശ വേണ്ട എന്ന് പറഞ്ഞത് പോലും അങ്ങനെ പറയണ്ടായിരുന്നു എന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഈ പെയിൻറ്റിൻ്റെ പണി, നമ്മുടെ വീടിൻ്റെ ഈ പണി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്.